യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, എന്നാശ ഒന്നു മാത്രമേ, നിന്നെ കാണുവാൻ വിൺ തേജസ്സിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, കണ്ണുനീർ നിറഞ്ഞ ലോകമേ, നിന്നിൽ നിന്നു ഞാൻ മറയട്ടെ. കണ്ണിമേയ്ക്കും നൊടി നേരത്തിൽ എത്തും ഞാൻ ബയുല തീരത്തിൽ. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തൻ്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ, എൻ്റെ യേശുവേ മണാളനേ, പ്രത്യാശയിൻ പ്രദീപമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കരുണയുള്ള നാഥാ സ്വർഗസ്ഥ പിതാവേ. അതിമനോഹരമായ സന്ധ്യയ്ക്കായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ കർത്താവേ. ഓഗസ്റ്റ് മാസത്തിൻ്റെ 1-ാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതം വരെ ഇതുവരെ ഞങ്ങളെ അത്ഭുതോതിശയമായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച എൻ്റെ ദൈവത്തിന് കൊടാനുകൊടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആവശ്യമാർന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം, സന്തോഷം, സമാധാനം, സൗഖ്യമൊക്കെ തന്ന് ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറയുക, സ്തോത്രം ചെയ്യുക കർത്താവേ. വീണ്ടും ഈ രാത്രികാലം സമാധാനമായി ഉറങ്ങേണ്ടതിനായി ഞങ്ങളെ തന്നെ എടുത്ത് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നന്നായി ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ സമ്പൂർണ്ണമായും എടുത്ത് പാദപീഠത്തിൽ സമർപ്പിക്കട്ടെ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്നവരെ മക്കളെയും പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. രാത്രികാലം ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. സമാധാനത്തിൽ ഉറങ്ങിയുണ്ടണം. സന്തോഷത്തോടെ എഴുന്നേറ്റ് കർത്താവിനെ മഹത്വപ്പെടുത്തണം. അടികളുടെ ഭവനം, പരിസരം, അതിരുവരമ്പ്, വസ്തുവക, സർവ്വസമ്പത്തും, ഗേറ്റും, അതിലെ കട്ടിളക്കാൽ, കുറുമ്പടി, അടികളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട മക്കളുടെ മേലും അടിയങ്ങളുടെ മേലും കർത്താവെ, ഞങ്ങളുടെ ദേശത്തിൻ്റെ മേലും ഞങ്ങൾ പാർക്കുന്ന ഭവനത്തിൻ്റെ മേലും എൻ്റെ യേശുക്രിസ്തുവിൻ്റെ രക്തം മുദ്രയിടുക. ആമേൻ. ശത്രു ഞങ്ങളെ കാണല്ലേ, ദുഷ്ടപിശാച് ഞങ്ങളെ തുടരുതേ കർത്താവേ. ഞങ്ങൾ അത്യുന്നതിൻ്റെ മറവിലും സർവ്വശക്തിയുടെ നിഴലിൻ കീഴിലും ആയിരിക്കട്ടെ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ലെന്ന് അവിടുത്തെ വചനമുണ്ടല്ലോ കർത്താവേ. ഹാലലു. ഞങ്ങളെ ഭദ്രമാർന്ന് ചെറുകടുക്കളിൽ മറയ്ക്കണമേ അപ്പാ. ഞങ്ങൾക്ക് സ്വർഗത്തിലെ കാഴ്ച കണ്ട് കിടന്നുറങ്ങുവാൻ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാ അപ്പാ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദേശത്തെ മനസ്സലിഞ്ഞ് കരുണ തോന്നി സൂക്ഷിക്കുമാറാകണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കാത്തു സൂക്ഷിച്ച് പരിപാലിക്കണമേ. സൗഖ്യത്തോടെ എല്ലാ മക്കളും ആയിരിക്കാൻ ഇടയാക്കണമേ. ആശുപത്രി മുറിക്കുള്ളിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. ഭവനങ്ങളിൽ അസ്വസ്ഥതയുടെ നടുവിൽ കൂടി കടന്നു പോകുന്നവരെ, കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്തവരെ, പലവിധ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഓരോ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാ. എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ എല്ലാവരെയും കരുതിക്കൊള്ളുമാറാകണം. പ്രത്യേകിച്ച് വയനാടിൻ്റെ പ്രദേശത്തൊക്കെ ഏൽപ്പിക്കുക കർത്താവേ. അപ്പോൾ അവിടെയും അതികഠിനമായ കഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ, വേദനയിൽ കൂടി കടന്നു പോകുന്നവർ, വേർപാടിൻ്റെ ദുഃഖത്തിൽ കൂടി കലങ്ങി ഹൃദയമായി ജീവിക്കുന്ന മനുഷ്യരെ കർത്താവേ കരുണ തോന്നണം, മനസ്സറിയണം, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയപ്പ. അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. ആവശ്യമാർന്നെല്ലാം തന്നെ മക്കൾക്ക് കൊടുത്ത് പോഷിപ്പിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല. എൻ്റെ അപ്പൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവനാ. അങ്ങയുടെ കാര്യമാപ്പാ. ഹല്ലേലൂയ. നിൻ്റെ മക്കളെ ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദോഷവും തട്ടാതെ സൂക്ഷിക്കണേ അപ്പാ. കൃപയിൽ ഞങ്ങളെ മറയ്ക്കണമേ. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.